മെൻ്റലീഫ. മനസ്സിലായോ? അപ്പോൾ അദ്ദേഹം ഒരു കാര്യം കണ്ടെത്തി. ഒരു മൂലകത്തിൻ്റെ എല്ലാ കാര്യങ്ങളും, രാസ സ്വഭാവമായിക്കോട്ടെ, ഭൗതിക സ്വഭാവമായിക്കോട്ടെ, അത് എന്തിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു? എന്തിൻ്റെ ആവർത്തനമാണ്? പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും എൻട്രിയുടെ മറ്റൊരു വീഡിയോ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് പ്രധാനമായിട്ടും ഉദ്ദേശിക്കുന്നത് കേട്ടറ്റ് എക്സാമുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് മൂലകങ്ങളും അവയുടെ വർഗീകരണവും, അല്ലെങ്കിൽ ആവർത്തന പട്ടിക എന്ന് പറയുന്ന ടോപ്പിക്ക്. സോ ആ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ഏറ്റവും പ്രധാനമായിട്ട് ഡിസ്കസ് ചെയ്യേണ്ട ഒരു ചാപ്റ്ററാണ് 9ാം ക്ലാസ്സിൻ്റെ പീരിയോഡിക് ടേബിൾ എന്ന് പറയുന്ന ചാപ്റ്റർ. അപ്പോൾ ആ പീരിയോഡിക് ടേബിൾ എന്ന് പറയുന്ന ചാപ്റ്ററിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്? ഇത് സീരീസ് ആയിട്ട് ഞാൻ തരാൻ ഉദ്ദേശിക്കുന്ന ഒരു ടോപ്പിക്കാണ്. ഇതിൻ്റെ പാർട്ട് 1, പാർട്ട് 2, പാർട്ട് 3. സോ ഇത് നിങ്ങൾക്ക് എങ്ങനെ യൂസ്ഫുൾ ആയി എന്നുള്ളത് താഴെ ഒന്ന് അറിയിച്ചാൽ മുന്നോട്ടുള്ള ക്ലാസ് നമുക്ക് പെട്ടെന്ന് തന്നെ വേഗത്തിൽ തരുന്നതാണ്. അപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയട്ടെ, 9ാം ക്ലാസ്സിൻ്റെ SCRT ചാപ്റ്റർ, പീരിയോഡിക് ടേബിൾ എന്ന് പറയുന്ന SCRT ചാപ്റ്ററാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം എന്തൊക്കെ കാര്യങ്ങളാണ് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. കൂടുതലും SCRTക്കും NCRTക്കുമാണ് കാറ്റഗറി 3 പോലുള്ള പരീക്ഷകൾക്ക് ഇമ്പോർട്ടൻ്റ് കൊടുക്കുന്നത്. 2നും 1നും ഒക്കെ SCRT മതിയാവും. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കിയാലോ പ്രിയപ്പെട്ടവരെ. ഏറ്റവും ആദ്യം തന്നെ പറയട്ടെ, മൂലകം എന്ന വാക്ക് നിർദ്ദേശിച്ച ശാസ്ത്രജ്ഞനാണ് ആരെന്ന് പറയുന്നത്? റോബർട്ട് ബോയിൽ. മറക്കണ്ട, മൂലകം എന്ന വാക്ക് നിർദ്ദേശിച്ച ശാസ്ത്രജ്ഞൻ ആരാണ്? റോബർട്ട് ബോയിലാണ്. നല്ലൊരു പോയിന്റ് ആണ്. എങ്കിൽ ഇതാ പിടിച്ചോ. മൂലകങ്ങളെ ആദ്യമായി വർഗീകരിച്ചു തുടങ്ങിയത്, അതായത് പരീക്ഷണ ആവശ്യങ്ങൾക്കും മറ്റുള്ള പല സയൻറ്റിഫിക് ആയിട്ടുള്ള കണ്ടുപിടുത്തങ്ങൾക്കും വേണ്ടി മൂലകങ്ങളെ കൃത്യമായി ഒന്ന് അറേഞ്ച് ചെയ്തു വെക്കണമായിരുന്നു എന്നറിയപ്പെട്ടിരുന്ന മൂലകങ്ങളെ. അപ്പോൾ ഇത്തരത്തിൽ മൂലകങ്ങളെ വർഗീകരണത്തിന്, ക്ലാസിഫിക്കേഷന് ആദ്യമായി തുടക്കം കുറിച്ച വ്യക്തിയാണ് ആധുനിക രസതന്ത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന ആന്റോയിൻ ലാവോസിയ. അപ്പോൾ ചോദ്യം എന്താ? മൂലകങ്ങളുടെ വർഗീകരണത്തിന് തുടക്കം കുറിച്ച ശാസ്ത്രജ്ഞൻ ലാവോസിയ. പ്രിയപ്പെട്ടവരെ, ലാവോസിയെ പറ്റി പറയാനാണെങ്കിൽ ഏറെയുണ്ട്. ഒന്നാമത്തതാണ്, ഹൈഡ്രജനും ഓക്സിജനും പേര് നൽകിയത് ലാവോസിയാണ്. പിണ്ഡ സംരക്ഷണ നിയമം അഥവാ മാസ് സംരക്ഷണ നിയമം ആവിഷ്കരിച്ചത് ലാവോസിയാണ്. മൂലകങ്ങളെ ആദ്യമായി വർഗീകരിച്ച ശാസ്ത്രജ്ഞൻ ലാവോസിയാണ്. അങ്ങനെ നിരവധി അനവധി പ്രത്യേകതകൾ ഇദ്ദേഹത്തിനുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ലാവോസിയുടെ വർഗീകരണമാണ്. എളുപ്പത്തിൽ പറഞ്ഞു തരാം, മനസ്സിലാക്കി തരാം, കേട്ടിരുന്ന് തന്നാൽ മാത്രം മതി. ഇതാ കേട്ടോ, ലാവോസിയുടെ വർഗീകരണം എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്ത് അറിയപ്പെട്ടിരുന്ന 30 മൂലകങ്ങളെ വിട്ടുകളയല്ലേ. അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ അറിയപ്പെട്ടിരുന്ന 30 മൂലകങ്ങളെ അദ്ദേഹം ലോഹങ്ങൾ എന്നും പിന്നെ എങ്ങനെയാണ് അലോഹങ്ങൾ എന്നും വർഗീകരിച്ചു. ലോഹങ്ങൾ എന്നും വർഗീകരിച്ചു, അലോഹങ്ങൾ എന്നും വർഗീകരിച്ചു. അപ്പം ലാവോസിയ അദ്ദേഹത്തിൻ്റെ വർഗീകരണം എങ്ങനെയായിരുന്നു എന്ന് ഞാൻ പറഞ്ഞു തരാം. ഒന്ന്, അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ അറിയപ്പെട്ടിരുന്ന 30ഓളം മൂലകങ്ങളെ ലോഹങ്ങൾ എന്നും അലോഹങ്ങൾ എന്നും വർഗീകരിച്ചു. പക്ഷെ അവിടെ ഒരു പ്രശ്നമുണ്ടായിരുന്നു. ഇദ്ദേഹത്തിൻ്റെ വർഗീകരണം പിന്നീട് പരാജയപ്പെടുകയാണ് ചെയ്തത്. കാരണം എന്താ? അവിടെയാണ് നിങ്ങളൊരു വാക്ക് പരിചയപ്പെടേണ്ടത്. ഉപലോഹങ്ങൾ ഇംഗ്ലീഷിൽ മെറ്റലോയിഡുകൾ എന്ന് പറയും. മെറ്റലോയിഡ്സ്, ഉപലോഹങ്ങൾ. എന്താണ് ഉപലോഹങ്ങൾ? പറഞ്ഞു തരാം. ലോഹങ്ങളുടെയും അലോഹങ്ങളുടെയും സ്വഭാവം കാണിക്കുന്നവരെയാണ് നമ്മൾ ഉപലോഹങ്ങൾ എന്ന് വിളിക്കുന്നത്. ചേർത്ത് പറ, എന്താ ഉപലോഹങ്ങൾ? ലോഹങ്ങളുടെയും അലോഹങ്ങളുടെയും സ്വഭാവം കാണിക്കുന്നവരെയാണ് നമ്മൾ ഉപലോഹങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്തരത്തിൽ ലോഹങ്ങളുടെയും അലോഹങ്ങളുടെയും സ്വഭാവം കാണിക്കുന്ന ഉപലോഹങ്ങളെ വർഗീകരിക്കാൻ ആർക്ക് സാധിച്ചില്ല? ലാവോസിയയ്ക്ക് സാധിച്ചില്ല. മനസ്സിലായോ? ഇത്രയേ ഉള്ളൂ ലാവോസിയുടെ വർഗീകരണം. ചോദ്യം, മൂലകങ്ങളുടെ വർഗീകരണത്തിന് തുടക്കം കുറിച്ച ശാസ്ത്രജ്ഞൻ ആരാണ്? ആന്റോയിൻ ലാവോസിയ. എത്ര മൂലകങ്ങളെയാണ് ഇദ്ദേഹം വർഗീകരിച്ചത്? 30. എങ്ങനെയാണ് വർഗീകരിച്ചത്? ലോഹങ്ങൾ എന്നും അലോഹങ്ങൾ എന്നും. എന്തായിരുന്നു ഇദ്ദേഹത്തിൻ്റെ വർഗീകരണത്തിൻ്റെ പരാജയം? ഉപലോഹങ്ങളെ വർഗീകരിക്കാൻ സാധിച്ചില്ല. അതങ്ങോട്ട് മാറ്റിവെച്ചു.
ലാവോസിയുടെ വർഗീകരണം കഴിഞ്ഞു. പ്രിയപ്പെട്ടവരെ, ലാവോസിയുടെ ഉപലോകം വർഗീകരിക്കാൻ സാധിക്കാത്തതുകൊണ്ട് അത് പരാജയപ്പെട്ടതിനെ തുടർന്ന് തൊട്ടു പിറകിൽ വന്ന വർഗീകരണമാണ് ഡൊബറൈനറുടെ വർഗീകരണം. എന്താണ് ഡൊബറൈനറുടെ വർഗീകരണത്തിൽ നമുക്ക് പഠിക്കാനുള്ളത്? പറഞ്ഞു തരാം കേട്ടോ. ഈ ഡൊബറൈനർ എന്ന് പറയുന്ന ശാസ്ത്രജ്ഞൻ അന്നറിയപ്പെട്ടിരുന്ന മൂലകങ്ങളെ എല്ലാം വെച്ചുകൊണ്ട് അദ്ദേഹം ഒരു ചെറിയ ഗ്രൂപ്പുകൾ തയ്യാറാക്കി. അന്നറിയപ്പെട്ടിരുന്ന മൂലകങ്ങളെയൊക്കെ വെച്ച് ഇദ്ദേഹം ചെറിയ ഗ്രൂപ്പുകൾ തയ്യാറാക്കി. ഓരോ ഗ്രൂപ്പിലും 3 മൂലകങ്ങൾ മാത്രമേ ഉൾക്കൊള്ളത്തുള്ളൂ. ഓരോ ഗ്രൂപ്പിലും 3 മൂലകങ്ങൾ മാത്രമേ ഉൾക്കൊള്ളത്തുള്ളൂ. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇവിടെ ലിഥിയം, സോഡിയം, പൊട്ടാസ്യം കണ്ടല്ലോ. ഇങ്ങനെ ഓരോ ഗ്രൂപ്പിലും 3 മൂലകങ്ങൾ വീതം മാത്രം. ഈ ഗ്രൂപ്പുകളെ അദ്ദേഹം വിളിച്ച പേരാണ് ത്രികങ്ങൾ. ഈ ഗ്രൂപ്പുകളെ അദ്ദേഹം വിളിച്ച പേരെന്താ പ്രിയപ്പെട്ടവരെ? വേഗം ഏറ്റുപറ. ത്രികങ്ങൾ. ഒന്നുകൂടെ പറ, ത്രികങ്ങൾ. അപ്പൊ നിങ്ങൾ ഇവിടെ പഠിക്കേണ്ടത് ഒരൊറ്റ പോയിന്റ് മാത്രം പഠിച്ചാൽ മതി. എന്താ പഠിക്കേണ്ട കാര്യം? ത്രികങ്ങൾ എന്ന വർഗീകരണവുമായി ബന്ധപ്പെട്ട ശാസ്ത്രജ്ഞൻ ആരാണ്? ഡൊബറൈനർ. ഇത്രയും പഠിച്ചാൽ മതി. അവിടെ എക്സ്ട്രാ ഒരു പോയിന്റ് പഠിക്കണ്ട. പക്ഷെ ഞാൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം. മത്സര പരീക്ഷയ്ക്ക് ഇത് പഠിക്കുക. ത്രികങ്ങളുടെ മറ്റൊരു പേരാണ് ട്രയാഡ്സ്. അപ്പൊ ത്രികങ്ങൾ അഥവാ ട്രയാഡ്സ് എന്ന വർഗീകരണവുമായി ബന്ധപ്പെട്ട ശാസ്ത്രജ്ഞൻ ഡൊബറൈനർ ആണ്. ഇവിടെ നിങ്ങൾ അറിയേണ്ട മറ്റൊരു ഫാക്റ്റ് ഉണ്ട്. ഒന്നാമത്തെ മൂലകത്തിൻ്റെയും ഒന്നുകൂടെ ഞാൻ ആവർത്തിക്കുവാണേ, ഒന്നാമത്തെ മൂലകത്തിൻ്റെയും മൂന്നാമത്തെ മൂലകത്തിൻ്റെയും അറ്റോമിക് മാസിൻ്റെ ശരാശരി, ഒന്നാമത്തെ മൂലകത്തിൻ്റെയും മൂന്നാമത്തെ മൂലകത്തിൻ്റെയും അറ്റോമിക് മാസിൻ്റെ ശരാശരി എത്രയാണോ അതായിരിക്കും നടുക്ക് വരുന്ന മൂലകത്തിൻ്റെ അറ്റോമിക് മാസ്. ഇത് ത്രികങ്ങളുടെ ഒരു പ്രത്യേകതയായിരുന്നു. അപ്പൊ ത്രികങ്ങളുടെ ഒരു പ്രത്യേകത ഒന്നാമത്തെ മൂലകത്തിൻ്റെയും മൂന്നാമത്തെ മൂലകത്തിൻ്റെയും അറ്റോമിക് മാസിൻ്റെ ശരാശരി ആയിരിക്കും നടുക്കുള്ള മൂലകത്തിൻ്റെ അറ്റോമിക് മാസ് 1. ഇനി ത്രികങ്ങളിൽ 3 മൂലകങ്ങൾ മാത്രമായിരുന്നു ഉൾപ്പെട്ടിരുന്നത്. മൂന്നാമത്തെ പോയിന്റ്, ത്രികങ്ങളിൽ ഉൾപ്പെട്ടിരുന്ന 3 മൂലകങ്ങളുടെയും സ്വഭാവം ഏകദേശം സാദൃശ്യമുള്ളതാണ്, ഐഡന്റിക്കൽ ആണ്. ഈ പോയിന്റ് ജസ്റ്റ് മനസ്സിലുണ്ടായിരുന്നാൽ മതി. നമുക്ക് വേണ്ടത് ഈ പോയിന്റ് ആണ്. ത്രികങ്ങൾ എന്ന വർഗീകരണവുമായി ബന്ധപ്പെട്ട ശാസ്ത്രജ്ഞൻ ഡൊബറൈനർ. അപ്പം ലോഹങ്ങൾ അലോഹങ്ങൾ എന്ന വർഗീകരണവുമായി ബന്ധപ്പെട്ട ശാസ്ത്രജ്ഞൻ ലാവോസിയ. ഉപലോഹങ്ങളെ അദ്ദേഹത്തിന് വർഗീകരിക്കാൻ സാധിച്ചിരുന്നില്ല. അടുത്തത് ത്രികങ്ങൾ എന്ന വർഗീകരണവുമായി ബന്ധപ്പെട്ട ശാസ്ത്രജ്ഞൻ ഡൊബറൈനർ. എന്നാൽ കൂടുതൽ മൂലകങ്ങളെ അദ്ദേഹത്തിന് ഇത്തരത്തിൽ ത്രികങ്ങൾ രൂപത്തിൽ വർഗീകരിക്കാൻ സാധിക്കാത്തതുകൊണ്ട് മൂലകങ്ങളുടെ എണ്ണം വർദ്ധിച്ചു വരുന്നതിൻ്റെ ഫലമായിട്ട് ഡൊബറൈനറുടെ ത്രികങ്ങൾ എന്ന വർഗീകരണം അവിടെ പരാജയപ്പെടുകയാണ് ചെയ്തത്. അതിനുശേഷം വന്ന അടുത്ത ശാസ്ത്രജ്ഞനാണ് പ്രിയപ്പെട്ടവരെ ന്യൂലാൻഡ്സ്. വിട്ടുകളയല്ലേ ഈ പോയിന്റ്. ന്യൂലാൻഡ്സ് എന്ന് പറയുന്ന ശാസ്ത്രജ്ഞൻ. എന്തായിരുന്നു ഇദ്ദേഹത്തിൻ്റെ വർഗീകരണത്തിൽ നമുക്കറിയേണ്ട പോയിന്റുകൾ പറഞ്ഞു തരാം. ഇതാ കേട്ടോ. അന്നറിയപ്പെട്ടിരുന്ന ന്യൂലാൻഡ്സിൻ്റെ കാലഘട്ടത്ത് അറിയപ്പെട്ടിരുന്ന ഏകദേശം ഒരു 56ഓളം മൂലകങ്ങളെ അദ്ദേഹം അറ്റോമിക് മാസിൻ്റെ ആരോഹണ ക്രമത്തിൽ വർഗീകരിച്ചു. നോട്ട് ദ പോയിന്റ്. അന്നറിയപ്പെട്ടിരുന്ന 56ഓളം മൂലകങ്ങളെ അറ്റോമിക് മാസ് കൂടി വരുന്ന ക്രമത്തിൽ ഇദ്ദേഹം വർഗീകരിച്ചു. അങ്ങനെ വർഗീകരിച്ചപ്പോൾ കണ്ട കാര്യം 1, 2, 3, 4, 5, 6, 7, 8, 9. ഇവിടെ ഓരോ എലമെൻറ്റ് ഞാൻ ഈ ക്രോസ് ഇടുന്നതാണ് ഓരോ മൂലകം. ശ്രദ്ധിക്കുക, ക്രോസ് ഇടുന്നതാണ് ഓരോ മൂലകം. അപ്പം നടക്കുന്ന സംഭവം, അദ്ദേഹം ഇങ്ങനെ മൂലകങ്ങളെ അറ്റോമിക് മാസിൻ്റെ ആരോഹണ ക്രമത്തിൽ വർഗീകരിച്ചപ്പോൾ
ഒന്നാമത് വരുന്ന മൂലകം അവൻ്റെ എട്ടാമത്തെ മൂലകത്തോട്, അവിടുന്ന് 8 വരെ എണ്ണണം, 2 3 4 5 6 7, ഇതാണ് 8 അവൻ്റെ എട്ടാമത്തെ മൂലകത്തിൻ്റെ സ്വഭാവത്തോട് സാദൃശ്യം കാണിച്ചു. ഇനി അടുത്ത രണ്ടാമത്തെ മൂലകം അവൻ്റെ എട്ടാമത്തെ മൂലകത്തിൻ്റെ സ്വഭാവത്തോട് സാദൃശ്യം കാണിച്ചു. അപ്പോൾ എന്താ പ്രത്യേകത? അന്നറിയപ്പെട്ടിരുന്ന 56ഓളം മൂലകങ്ങളെ അദ്ദേഹം അറ്റോമിക് മാസിൻ്റെ ആരോഹണ ക്രമത്തിൽ വർഗീകരിച്ചപ്പോൾ ഓരോ മൂലകവും അതിൻ്റെ എട്ടാമത് വരുന്ന മൂലകത്തിൻ്റെ സ്വഭാവത്തോട് സാദൃശ്യം കാണിച്ചു. ഇതിനെ അഷ്ടക നിയമം എന്നാണ് അറിയപ്പെട്ടിരുന്നത്. അപ്പൊ അഷ്ടക നിയമം എന്ന വർഗീകരണം, അഷ്ടക നിയമം എന്ന മൂലക വർഗീകരണം ആരുടെ കോൺട്രിബ്യൂഷനാണ്? ന്യൂലാൻഡ്സിന്റെ കോൺട്രിബ്യൂഷനാണ്. ത്രികങ്ങൾ എന്ന വർഗീകരണം ആരുടെ കോൺട്രിബ്യൂഷനാണ്? കറക്റ്റ്, ഡൊബറെയ്നറുടെ കോൺട്രിബ്യൂഷനാണ്. മൂലകങ്ങളെ ലോഹങ്ങൾ അലോഹങ്ങൾ എന്ന വർഗീകരണം ആരുടെ കോൺട്രിബ്യൂഷനാണ്? ലാവോസിയറുടെ കോൺട്രിബ്യൂഷനാണ്. ക്ലിയർ ആണല്ലോ ഫാക്ട്? അപ്പം നമ്മൾ ആരുടെയൊക്കെ കോൺട്രിബ്യൂഷൻ പഠിച്ചു? യെസ്, ലാവോസിയ. രണ്ടാമത് ആരുടെ പഠിച്ചു? ഡൊബറെയ്നർ. കറക്റ്റ്. മൂന്നാമത് ആരുടെ പഠിച്ചു? ന്യൂലാൻഡ്സ്. കുറച്ച് സമയം കൊണ്ട് കൂടുതൽ കണ്ടന്റ്, അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. കേട്ടല്ലോ, എക്സാം ഓറിയൻറ്റഡ് ആയിട്ട് കുറച്ച് സമയം കൊണ്ട് കൂടുതൽ കണ്ടന്റ്. ഇവിടെ ഒരു പോയിന്റ് കൂടെ നിങ്ങളൊന്ന് അറിയുക. ന്യൂലാൻഡ്സ് ഈ ഒരു പ്രത്യേകതയെ സംഗീതത്തിൻ്റെ സപ്തസ്വരങ്ങളോടാണ് ഉപമിച്ചത്. ഇപ്പം മലയാളത്തിൽ വെച്ച് പറയുകയാണെങ്കിൽ ഇതാ സ രി ഗ മ, 2 മ, പ ദ നി, വീണ്ടും അടുത്തത് സ. നോക്ക്, ഇതാണല്ലോ ഒന്നാമത്തെ മൂലകം. അതിൻ്റെ എട്ടാമത്തെ മൂലകം ഏത് തന്നെയാ? സ. അടുത്ത ഇതിന് ശേഷം രി, എട്ടാമത് വരുന്നത് വീണ്ടും ആറ് തന്നെ, രീ തന്നെ. ഇനി അടുത്ത ഗ എടുത്താലും അവൻ്റെ എട്ടാമത് വരുന്ന ആര് തന്നെ? ഗ. സംഗീതത്തിലെ സപ്തസ്വരങ്ങളിലും ഈ പ്രത്യേകതയുണ്ട്. അതുകൊണ്ട് ഇദ്ദേഹം സംഗീതത്തിലെ സപ്തസ്വരങ്ങളോടാണ് ഈ ഒരു ക്ലാസിഫിക്കേഷൻ വർഗീകരിച്ചത്. അപ്പോൾ അഷ്ടമ നിയമം എന്ന വർഗീകരണം ന്യൂലാൻഡ്സ്, ത്രികങ്ങൾ എന്ന വർഗീകരണം ഡൊബറെയ്നർ, ലോഹങ്ങൾ അലോഹങ്ങൾ എന്ന വർഗീകരണം ലാവോസിയ. പക്ഷെ വീണ്ടും അടുത്ത വർഷം കൂടുതൽ മൂലകങ്ങളെ അദ്ദേഹത്തിന് ഇത്തരത്തിൽ അഷ്ടമ നിയമം വെച്ച് വർഗീകരിക്കാൻ സാധിച്ചില്ല. അങ്ങനെ മൂലകങ്ങളുടെ എണ്ണം വർദ്ധിച്ചപ്പോൾ ന്യൂലാൻഡ്സിൻ്റെ വർഗീകരണവും പിന്നീട് പരാജയപ്പെടുകയാണ് ചെയ്തത്. അപ്പോഴാണ് നമ്മൾ പരിചയപ്പെടേണ്ട അടുത്ത വ്യക്തി വന്നത്, മെൻഡലീഫ്. യെസ്, എന്താണ് മെൻഡലീഫിൻ്റെ വർഗീകരണത്തിൻ്റെ പ്രധാനപ്പെട്ട പ്രത്യേകതകൾ? ഇത് നമുക്ക് കുറേ തവണ ചോദ്യം വന്നതാ. മെൻഡലീഫിൻ്റെ പ്രിയപ്പെട്ടവരെ, ഇദ്ദേഹം ചെയ്ത കാര്യം എന്താണെന്ന് വെച്ചാൽ, ആദ്യം ഇദ്ദേഹം ഒരു കാര്യം കണ്ടെത്തി. എന്താ കാര്യം? ഒരു മൂലകത്തിൻ്റെ, ഞാൻ പറയുന്നത് ഹൃദയത്തിൽ സൂക്ഷിച്ചോ, ഒരു മൂലകത്തിൻ്റെ രാസഭൗതിക സ്വഭാവം അവൻ്റെ, ആ മൂലകത്തിൻ്റെ അറ്റോമിക് മാസിനെ ആശ്രയിച്ചിരിക്കുന്നു. ഒരു മൂലകത്തിൻ്റെ രാസഭൗതിക സ്വഭാവം അവൻ്റെ അറ്റോമിക് മാസിനെ ആശ്രയിച്ചിരിക്കുന്നു. കുറച്ചുകൂടെ സ്റ്റാൻഡേർഡ് ആയിട്ട് നമുക്ക് ഇങ്ങനെ പറയാം, ഒരു മൂലകത്തിൻ്റെ രാസഭൗതിക സ്വഭാവം അതിൻ്റെ അറ്റോമിക് മാസിൻ്റെ ആവർത്തനമാണ്. അറ്റോമിക് മാസിൻ്റെ ആവർത്തനമാണ്. ഒരു മൂലകത്തിൻ്റെ രാസഭൗതിക സ്വഭാവം അറ്റോമിക് മാസിൻ്റെ ആവർത്തനമാണ് എന്ന് പറഞ്ഞതാരാ? മെൻഡലീഫ. മനസ്സിലായോ? അപ്പോൾ അദ്ദേഹം ഒരു കാര്യം കണ്ടെത്തി. ഒരു മൂലകത്തിൻ്റെ എല്ലാ കാര്യങ്ങളും, രാസ സ്വഭാവമായിക്കോട്ടെ ഭൗതിക സ്വഭാവമായിക്കോട്ടെ, അത് എന്തിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു? എന്തിൻ്റെ ആവർത്തനമാണ്? അറ്റോമിക് മാസിൻ്റെ ആവർത്തനമാണ്. ഇതിനെ വിളിച്ച പേരാണ് മെൻഡലീഫിൻ്റെ ആവർത്തന നിയമം. ഇതാണ് ആദ്യത്തെ ആവർത്തന നിയമം. എന്താ മെൻഡലീഫിൻ്റെ ആവർത്തന നിയമം? ഒരു മൂലകത്തിൻ്റെ രാസഭൗതിക സ്വഭാവം അതിൻ്റെ അറ്റോമിക് മാസിൻ്റെ ആവർത്തനമാണ്. ഇങ്ങനെ അദ്ദേഹം മനസ്സിലാക്കിയപ്പോൾ അന്നറിയപ്പെട്ടിരുന്ന 63ഓളം മൂലകങ്ങളെ അദ്ദേഹം അറ്റോമിക് മാസ് കൂടി വരുന്ന ക്രമത്തിൽ, അഥവാ അറ്റോമിക് മാസിൻ്റെ ആരോഹണ ക്രമത്തിൽ വർഗീകരിച്ച് ഒരു പട്ടികയുണ്ടാക്കി. ഇവിടെ
മെൻഡലീഫ് അന്നറിയപ്പെട്ടിരുന്ന 63 മൂലകങ്ങളെ വെച്ച് അവരുടെ അറ്റോമിക് മാസ് കൂടി വരുന്ന ക്രമത്തിൽ ആരോഹണ ക്രമത്തിൽ ക്രമീകരിച്ച് ഒരാവർത്തന പട്ടികയുണ്ടാക്കി. ഇതിനെയാണ് നമ്മൾ മെൻഡലീഫിൻ്റെ ആവർത്തന പട്ടിക. അപ്പോൾ ആദ്യമായി ഇത്തരത്തിൽ മൂലകങ്ങളെ ഉപയോഗിച്ച് ഒരാവർത്തന പട്ടിക തയ്യാറാക്കിയത് ദിമിത്രി ഇവാനോവിച്ച് മെൻഡലീഫ് ആയിരുന്നു. അതുകൊണ്ട് ആവർത്തന പട്ടികയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് മെൻഡലീഫിനെയാണ്. മെൻഡലീഫിൻ്റെ ആവർത്തന പട്ടികയിൽ 63 മൂലകങ്ങൾ ഉണ്ടായിരുന്നു. അതിൽ കുത്തനെയുള്ള കോളങ്ങൾ ഉണ്ടായിരുന്നു പ്രിയപ്പെട്ടവരെ. അതിൽ കുത്തനെയുള്ള കോളങ്ങളെ നമ്മൾ ഗ്രൂപ്പുകൾ എന്നാണ് വിളിച്ചത്. സമാന്തരമായിട്ടുള്ള നിരകളെ പീരിയഡുകൾ എന്നാണ് വിളിച്ചത്. മെൻഡലീഫിൻ്റെ ആവർത്തന പട്ടികയിൽ 63 മൂലകങ്ങളും 8 ഗ്രൂപ്പുകളും 7 പീരിയഡുകളും ഉണ്ടായിരുന്നു. 63 മൂലകങ്ങൾ, 8 ഗ്രൂപ്പുകൾ, 7 പീരിയഡുകൾ. കുത്തനെയുള്ള കോളങ്ങളെ ഗ്രൂപ്പുകൾ എന്ന് വിളിച്ചു, സമാന്തരമായിട്ടുള്ള നിരകളെ പീരിയഡുകൾ എന്ന് വിളിച്ചു. ചോദ്യം നമ്പർ 1, ആവർത്തന പട്ടികയുടെ പിതാവാരാണ്? മെൻഡലീഫ്. എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് മെൻഡലീഫ് തൻ്റെ ആവർത്തന പട്ടികയിൽ മൂലകങ്ങളെ വർഗീകരിച്ചത്? അറ്റോമിക മാസിൻ്റെ ആരോഹണ ക്രമത്തിലാണ്. എത്ര മൂലകങ്ങളെയാണ് വർഗീകരിച്ചത്? 63 മൂലകങ്ങളെയാണ് വർഗീകരിച്ചത്. കുത്തനെയുള്ള കോളങ്ങളെ ഗ്രൂപ്പുകൾ, സമാന്തരമായിട്ടുള്ള നിരകളെ പീരിയഡുകൾ. ഗ്രൂപ്പുകളുടെ എണ്ണം 8, പീരിയഡുകളുടെ എണ്ണം 7 സെറ്റ്. മെൻഡലീഫിൻ്റെ പീരിയോഡിക് ടേബിൾ പഠിച്ചു. പക്ഷെ ഒരു പ്രശ്നമുണ്ട്. ഇവിടെ നമുക്ക് കുറച്ച് മേന്മകൾ, മെറിറ്റുമുണ്ട്, ഡീമെറിറ്റ്സ്, പോരായ്മകളും പഠിക്കാനുണ്ട്. അത് എക്സാം ഓറിയൻറ്റഡ് ആണ്. ക്വസ്റ്റ്യൻ സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. പഠിക്കേണ്ട കാര്യങ്ങളാണ്. എന്തൊക്കെയാണ് മെൻഡലീഫിൻ്റെ പീരിയോഡിക് ടേബിളിലെ മേന്മകൾ? പ്രിയപ്പെട്ടവരെ, ഇതൊക്കെ ഇവിടെ നോട്ടായിട്ടുണ്ട്. പറഞ്ഞു തരാം. മെൻഡലീഫിൻ്റെ പീരിയോഡിക് ടേബിളിൻ്റെ മേന്മകളും പോരായ്മകളും ശ്രദ്ധിച്ച് കേൾക്കണം. സംശയമുണ്ടെങ്കിൽ എൻ്റെ അടുത്ത് ചോദിക്കണം, പറഞ്ഞു തരാം. അതിൽ ഒന്നാമത്തതാണ് ഇദ്ദേഹം, നമ്മൾ പറഞ്ഞല്ലോടാ, മെൻഡലീഫ് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് മൂലകങ്ങളെ വർഗീകരിച്ച് വന്നത്? അറ്റോമിക് മാസ് കൂടി വരുന്ന ക്രമത്തിലാണ് ഇദ്ദേഹം മൂലകങ്ങളെ വർഗീകരിച്ചത്. ഇത്തരത്തിൽ അറ്റോമിക് മാസ് കൂടി വരുന്ന ക്രമത്തിൽ ഇങ്ങനെ വർഗീകരിച്ചു വന്നപ്പോൾ അദ്ദേഹം ചില കാര്യങ്ങൾ നോട്ട് ചെയ്തു. ചില മൂലകങ്ങളുടെ അറ്റോമിക് മാസ് തെറ്റാ. ഇങ്ങനെ മൂലകങ്ങൾ അടുത്ത അറ്റോമിക് മാസ്, ഇങ്ങനെ അറ്റോമിക് മാസിൻ്റെ ആരോഹണ ക്രമത്തിൽ ഓരോ മൂലകങ്ങളെയും എടുത്തു വെച്ചപ്പോൾ അദ്ദേഹം നോക്കിയപ്പോൾ ചില മൂലകങ്ങളുടെ അറ്റോമിക് മാസ് തെറ്റായിരുന്നു അതുവരെ കണ്ടുപിടിച്ച് വെച്ചിരുന്നത്. ഇദ്ദേഹം ഉടനെ എന്ത് ചെയ്തു? ആ തെറ്റായ അറ്റോമിക മാസ് തിരുത്തി. അപ്പോൾ ഒന്നാമത്തെ പോസ്റ്റ്ലേറ്റ് പഠിച്ചോ, ഒന്നാമത്തെ മേന്മ പഠിച്ചോ. മെൻഡലീഫിൻ്റെ വർഗീകരണത്തിൻ്റെ തെറ്റായ അറ്റോമിക മാസ് തിരുത്തി. അടുത്ത ഇദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട പോയിന്റ്, മേന്മ, ഇദ്ദേഹം ഇങ്ങനെ മൂലകങ്ങളെ ക്രമീകരിച്ച് വരുമായിരുന്നേ. ഇങ്ങനെ ക്രമീകരിച്ച് വന്നപ്പോൾ ചില സ്ഥലങ്ങളിൽ വെക്കേണ്ട മൂലകങ്ങളെ അന്നത്തെ കാലത്ത് കണ്ടെത്തിയിട്ടില്ലായിരുന്നു. മനസ്സിലാവുന്നുണ്ടോ? ചില സ്ഥലങ്ങളിൽ വെക്കേണ്ട മൂലകങ്ങളെ അന്നത്തെ സ്ഥലത്ത് കണ്ടെത്തിയിട്ടില്ലായിരുന്നു. അപ്പോൾ എന്ത് ചെയ്തു? നമ്മളായിരുന്നെങ്കിലോ അതിന് പകരം വേറൊരു മൂലകത്തെ എടുത്തു വെക്കും. അദ്ദേഹം അങ്ങനല്ല ചെയ്തത്. ആ കണ്ടെത്താനുള്ള മൂലകങ്ങൾക്ക് അവിടെ സ്ഥാനം ഒഴിച്ചിടുകയും അവിടെ വരാൻ സാധ്യതയുള്ള മൂലകങ്ങളുടെ സവിശേഷതകൾ പ്രവചിക്കുകയും ചെയ്തു, പ്രെഡിക്റ്റ് ചെയ്തു. മനസ്സിലായോ? അപ്പോൾ അദ്ദേഹം ഇങ്ങനെ മൂലകങ്ങളെ അവരുടെ അറ്റോമിക മാസിൻ്റെ ആരോഹണ ക്രമത്തിൽ ഇങ്ങനെ വർഗീകരിച്ച് വരിക. അപ്പം ചില സ്ഥലങ്ങളിൽ വെക്കേണ്ട മൂലകങ്ങളെ അന്നത്തെ കാലത്ത് കണ്ടെത്തിയിട്ടില്ലായിരുന്നു. ആ കണ്ടെത്താനുള്ള മൂലകങ്ങൾക്ക് അവിടെ സ്ഥാനം ഒഴിച്ചിടുകയും അവിടെ വരാൻ സാധ്യതയുള്ള മൂലകങ്ങളുടെ ബോയിലിംഗ് പോയിന്റ്, മെൽറ്റിംഗ് പോയിന്റ്, ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ, അറ്റോമിക് നമ്പർ, പ്രോട്ടോണിൻ്റെ എണ്ണം, ന്യൂട്രോണിൻ്റെ എണ്ണം, ഓക്സിഡേഷൻ സ്റ്റേറ്റ്, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും അദ്ദേഹം പ്രെഡിക്റ്റ് ചെയ്തു. പ്രിയപ്പെട്ടവരെ, അത്ഭുതം എന്ന് പറയട്ടെ. പിന്നീട് അദ്ദേഹത്തിൻ്റെ കാലത്തിന് ശേഷം ആ മൂലകങ്ങളെയൊക്കെ കണ്ടെത്തിയപ്പോൾ അദ്ദേഹം പറഞ്ഞ പ്രഡിക്ഷൻസ് എക്സാക്റ്റ് കറക്റ്റ് ആയിരുന്നു. അതൊക്കെയാണ് പ്രഡിക്ഷൻ അല്ലേ? നമ്മളൊക്കെ ഓരോന്ന് പ്രഡിക്റ്റ് ചെയ്യും. ഇതാ കിടക്കുന്നത്.
അപ്പം ഞാൻ പറഞ്ഞു വന്ന കാര്യം എന്താ? കണ്ടെത്താനുള്ള മൂലകങ്ങൾക്ക് സ്ഥാനമൊഴിച്ചിടുകയും അവയുടെ സവിശേഷതകൾ പ്രവചിക്കുകയും ചെയ്തു. തെറ്റായ അറ്റോമിക മാസ് തിരുത്തി. ഒന്നുകൂടെ ഏറ്റു പറയാം. അറ്റോമിക് മാസിൻ്റെ ആരോഹണ ക്രമത്തിൽ മൂലകങ്ങളെ വർഗീകരിച്ചു. ഈ 3 മേന്മയായിട്ട് പറയാം. അപ്പോഴും പ്രധാനമായിട്ട് നിങ്ങൾ ചർച്ച ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. എന്തുകൊണ്ട് മെൻ്റലീഫിൻ്റെ പീരിയോഡിക് ടേബിൾ പരാജയപ്പെട്ടു? അപ്പോൾ എന്തൊക്കെയാണ് മെൻ്റലീഫിൻ്റെ വർഗീകരണത്തിൻ്റെ പോരായ്മകൾ? എണ്ണി പറഞ്ഞു തരാം. ഇതാ പിടിച്ചു കേട്ടോ. ഒന്നാമത്, ഇദ്ദേഹം നമ്മളെടുത്ത് പറഞ്ഞ കാര്യം എന്താ? തെറ്റായ മൂലകങ്ങളുടെ അറ്റോമിക് മാസിൻ്റെ ആരോഹണ ക്രമത്തിൽ വർഗീകരിച്ചെന്നല്ലേ? ഓക്കെ, നമ്മൾ സമ്മതിച്ചു. പക്ഷെ അതിൻ്റെ ഇടയ്ക്ക് ഒരു ചതി പെട്ടുപോയി. എന്തെന്ന് പറയട്ടെ? വ്യത്യസ്ത സ്വഭാവമുള്ള മൂലകങ്ങളെ ഒരേ ഗ്രൂപ്പിൽ ഉൾപ്പെടുത്തി. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഒരു സ്കൂളിൽ 5ാം ക്ലാസ് ഉണ്ട്, 6ാം ക്ലാസ് ഉണ്ട്, 7ാം ക്ലാസ് ഉണ്ട്. അപ്പോൾ ഈ ക്ലാസ്സുകളിലൊക്കെ കുട്ടികളെ അറേഞ്ച് ചെയ്യണം. അപ്പം ഈ കുട്ടികളെ ഓരോ ക്ലാസ്സിൽ ഇങ്ങനെ കൊണ്ടിരുത്തണം. അപ്പോൾ അവരുടെ അറ്റോമിക് മാസിൻ്റെ അവരെ ഇങ്ങനെ നമ്മൾ അവരുടെ ഭാരത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ ഓരോ ക്ലാസ്സിലോട്ടും വിട്ടു. അങ്ങനെ അവരുടെ ഭാരത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവരെ ഓരോ ക്ലാസ്സിലോട്ടും അറേഞ്ച് ചെയ്തിരുത്തിയപ്പോൾ ഞാൻ ചെന്ന് നോക്കിയപ്പോൾ 5ാം ക്ലാസ്സിലെ പിള്ളേരുടെ കൂടെ 6ാം ക്ലാസ്സിലെയും 7ാം ക്ലാസ്സിലെയും കുട്ടികൾ വന്നിരിക്കുന്നു. ഭാരത്തിൻ്റെ അടിസ്ഥാനത്തിൽ വെച്ചപ്പോൾ ക്ലാസിഫൈ ചെയ്തപ്പോൾ കുട്ടികളെ 7ാം ക്ലാസ്സിൽ 6ാം ക്ലാസ്സിലെ 5ാം ക്ലാസ്സിലെയും കുട്ടികളിരിക്കുന്നു. ഭാരത്തിൻ്റെ അടിസ്ഥാനത്തിൽ കുട്ടികളെ അറേഞ്ച് ചെയ്തിരുത്തിയപ്പോൾ അത് നമുക്ക് ഈസി പ്രോസസ്സാണോ? അങ്ങനെ ഇരുത്തിയാൽ നമുക്ക് എന്തെങ്കിലും ഗുണമുണ്ടോ ദോഷമല്ലാതെ? യെസ്. അതേപോലെ മെൻ്റലീഫ് അറ്റോമിക് മാസിൻ്റെ ആരോഹണ ക്രമത്തിൽ അറ്റോമിക് മാസിൻ്റെ ഇൻക്രീസിങ് ഓർഡറിലെ മൂലകങ്ങളെ ക്രമീകരിച്ചപ്പോൾ വ്യത്യസ്ത സ്വഭാവമുള്ള പല സ്വഭാവമുള്ള മൂലകങ്ങളൊക്കെ ഒരേ ഗ്രൂപ്പിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. അത് നമുക്ക് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റത്തില്ല കൂട്ടുകാരെ. അപ്പോൾ ഒന്നാമത്തെ പോരായ്മ, വ്യത്യസ്ത സ്വഭാവമുള്ള മൂലകങ്ങളെ ഒരേ ഗ്രൂപ്പിൽ ഉൾപ്പെടുത്തി. ആവർത്തിച്ച് പറ, വ്യത്യസ്ത സ്വഭാവമുള്ള മൂലകങ്ങളെ ഒരേ ഗ്രൂപ്പിൽ ഉൾപ്പെടുത്തി. രണ്ടാമത്തത്, ഹൈഡ്രജന് കൃത്യമായ സ്ഥാനം നൽകിയില്ല. രണ്ടാമത്തെ എന്താ? ഹൈഡ്രജന് കൃത്യമായ സ്ഥാനം നൽകിയില്ല. ഓക്കെ ആണല്ലോ? അപ്പം വ്യത്യസ്ത സ്വഭാവമുള്ള മൂലകങ്ങളെ ഒരേ ഗ്രൂപ്പിൽ ഉൾപ്പെടുത്തി. ഹൈഡ്രജന് കൃത്യമായ സ്ഥാനം നൽകിയില്ല. മൂന്നാമത്തത്, ഐസോടോപ്പുകൾക്ക്, എൻ്റെ കൂടെ ആവർത്തിച്ചു പറ, ഐസോടോപ്പുകൾക്ക് കൃത്യമായ സ്ഥാനം നൽകിയില്ല. ഒന്ന് എന്താ? വ്യത്യസ്ത, കൂടെ ഓർത്തു പറയാൻ പറ്റണം, അതാ മിടുക്ക്. വ്യത്യസ്ത സ്വഭാവമുള്ള മൂലകങ്ങളെ ഒരേ ഗ്രൂപ്പിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. തെറ്റായ കാര്യം. 2, ഹൈഡ്രജൻ എന്ന മൂലകത്തിന് കൃത്യമായ സ്ഥാനം നൽകിയില്ല. അംഗീകരിക്കാൻ പറ്റത്തില്ല. 3, ഐസോടോപ്പുകൾക്ക് കൃത്യമായ സ്ഥാനം നൽകിയില്ല. പിന്നീട് ഇദ്ദേഹം പറഞ്ഞു, ഞാൻ മൂലകങ്ങളെ വർഗീകരിക്കുന്നത് അവരുടെ അറ്റോമിക് മാസിൻ്റെ ആരോഹണ ക്രമത്തിലാണെന്ന്. പക്ഷെ പിന്നീട് വന്ന പല ശാസ്ത്രജ്ഞന്മാരും ഈ പീരിയോഡിക് ടേബിൾ വിശകലനം ചെയ്തപ്പോൾ കണ്ട കാര്യം, അറ്റോമിക് മാസിൻ്റെ ആരോഹണ ക്രമം കൃത്യമായി പാലിച്ചിട്ടില്ല. അറ്റോമിക് മാസിൻ്റെ ആരോഹണ ക്രമം കൃത്യമായി പാലിച്ചിട്ടില്ല. അപ്പോൾ എന്തൊക്കെയാ പോരായ്മകൾ? 1, ഗുണങ്ങളിൽ അല്ലെങ്കിൽ സ്വഭാവത്തിൽ വ്യത്യാസമുള്ള മൂലകങ്ങളെ ഒരേ ഗ്രൂപ്പിൽ ഉൾപ്പെടുത്തി. 2, ഹൈഡ്രജൻ എന്ന മൂലകത്തിന് കൃത്യമായ സ്ഥാനം നൽകിയില്ല. അടുത്ത, അറ്റോമിക് മാസിൻ്റെ ആരോഹണ ക്രമം എല്ലായിടത്തും കൃത്യമായി പാലിച്ചിട്ടില്ല. ഐസോടോപ്പുകൾക്ക് കൃത്യമായ സ്ഥാനം നൽകിയില്ല. ഈ കാരണങ്ങൾ കൊണ്ടൊക്കെ മെൻ്റലീഫിൻ്റെ വർഗീകരണം പരാജയപ്പെടുകയാണ് ചെയ്തത്. പ്രിയപ്പെട്ടവരെ, നമുക്കൊന്ന് റിവിഷൻ ചെയ്യാം. ഇനി നമുക്ക് മോസ്ലിയുടെ വർഗീകരണം പീരിയോഡിക് പ്രവണതകളും പാർട്ട് 2 ഞാൻ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ ഈ ക്ലാസ്സിൻ്റെ അഭിപ്രായം ഉറപ്പായിട്ടും നിങ്ങൾ താഴെ രേഖപ്പെടുത്തണം പ്രിയപ്പെട്ടവരെ. ഓക്കെ, ഒന്നാമത് ആദ്യത്തെ വർഗീകരണം ലാവോസി ആയിരുന്നു. മൂലകങ്ങളെ ലോഹങ്ങൾ, അലോഹങ്ങൾ എന്നിങ്ങനെ വർഗീകരിച്ചതാര്? ലാവോസിയ. എന്തായിരുന്നു ലാവോസിയുടെ വർഗീകരണത്തിൻ്റെ പരാജയ കാരണം? യെസ്, ലോഹങ്ങളുടെയും അലോഹങ്ങളുടെയും സ്വഭാവം കാണിക്കുന്നവരെ ഉപലോഹങ്ങളെ വർഗീകരിക്കാൻ സാധിച്ചില്ല. രണ്ടാമത്, ത്രികങ്ങൾ അഥവാ ട്രയാഡ്സ് എന്ന വർഗീകരണവുമായി ബന്ധപ്പെട്ടതാരാണ്? കറക്റ്റ്, ഡൊബറൈനർ. കൂടെ പറയണേ, ഡൊബറൈനർ. അടുത്തത്, അഷ്ടക നിയമം എന്ന വർഗീകരണവുമായി ബന്ധപ്പെട്ടതാരാണ്? അഷ്ടക നിയമം, ലോ ഓഫ് ഒക്ടേവ്സ്, ആരാണ്? ന്യൂലാൻഡ്സ്. അടുത്തത്,
ആവർത്തന പട്ടികയുടെ പിതാവാരാണ്? മെൻഡലീഫ്. എന്തായിരുന്നു മെൻഡലീഫിന്റെ ആവർത്തന നിയമം? ഒരു മൂലകത്തിന്റെ രാസഭൗതിക സ്വഭാവം അവന്റെ അറ്റോമിക മാസിന്റെ ആവർത്തനമാണ്. അദ്ദേഹം അറ്റോമിക മാസിന്റെ ആരോഹണ ക്രമത്തിൽ, നോട്ട് ദ പോയിന്റ്, മെൻഡലീഫ് മൂലകങ്ങളെ അവയുടെ അറ്റോമിക മാസിന്റെ ആരോഹണ ക്രമത്തിൽ വർഗീകരിച്ച് ഒരു ആവർത്തന പട്ടിക തയ്യാറാക്കി. അതിൽ 63 മൂലകങ്ങൾ ഉണ്ടായിരുന്നു, 8 ഗ്രൂപ്പുകൾ ഉണ്ടായിരുന്നു, 7 പീരിയഡുകൾ ഉണ്ടായിരുന്നു. എന്തായിരുന്നു ഇദ്ദേഹത്തിന്റെ വർഗീകരണത്തിന്റെ മേന്മ? 1, തെറ്റായ അറ്റോമിക മാസ് തിരുത്തി. 2, കണ്ടെത്താനുള്ള മൂലകങ്ങൾക്ക് സ്ഥാനമൊഴിച്ചിടുകയും അവയുടെ സവിശേഷതകൾ പ്രവചിക്കുകയും ചെയ്തു. എന്തായിരുന്നു ഇദ്ദേഹത്തിന്റെ വർഗീകരണത്തിന്റെ പോരായ്മകൾ? പിടിച്ചോ. ഒന്നാമത്തത്, വ്യത്യസ്ത സ്വഭാവമുള്ള മൂലകങ്ങളെ ഒരേ ഗ്രൂപ്പിൽ ഉൾപ്പെടുത്തി. രണ്ടാമത്തത്, ഹൈഡ്രജന് കൃത്യമായ സ്ഥാനം നൽകിയില്ല. മൂന്നാമത്തെ പോയിന്റ്, ഐസോടോപ്പുകൾക്ക് കൃത്യമായ സ്ഥാനം നൽകിയില്ല. ലാസ്റ്റ് പോയിന്റ്, അറ്റോമിക് മാസിന്റെ ആരോഹണ ക്രമം കൃത്യമായി പാലിച്ചില്ല. ഇതിനുശേഷം വന്നതാണ് ഹെൻറി മോസ്ലിയുടെ വർഗീകരണം. അതും പീരിയോഡിക് പ്രവണതകളും നമ്മൾ അടുത്ത ക്ലാസ്സിൽ പഠിക്കും. ക്ലാസ് ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. എൻ്റെ കൂടെ ഇവിടെ ഇരുന്ന് തന്നെ ഇത് പഠിച്ചു എന്ന് വിശ്വസിക്കുന്നു. ഇതിപ്പോൾ തന്നെ പഠിക്കണം, എന്നിട്ടേ നിങ്ങൾ ഇവിടുന്ന് പോകാവുള്ളൂ. ഓക്കെ, അപ്പോൾ ക്ലാസ് മനസ്സിലായിട്ടുണ്ട്. ക്ലാസ്സിനെ പറ്റിയുള്ള അഭിപ്രായം ഉറപ്പായിട്ടും താഴെ കമൻ്റായിട്ട് രേഖപ്പെടുത്തണം. അടുത്ത ക്ലാസ്സുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്